തേർഡ് മോഡ്യൂളിൽ നമ്മൾ ഫേംവെയറിനെ കുറിച്ച് പഠിച്ചു. രണ്ട് എക്സാമ്പിളാണ് നമ്മൾ പഠിച്ചത്, ബയോസും UEFIയും. അപ്പോൾ ബയോസ് നമ്മൾ പറഞ്ഞു ഓൾഡർ സിസ്റ്റത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ള കറൻറ്റ് സിസ്റ്റത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫേംവെയർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് UEFI ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ബയോ സെറ്റപ്പ് അല്ലെങ്കിൽ UEFI സെറ്റിങ്സ് അസ്യൂസ് ലാപ്ടോപ്പിൽ അസസ് ചെയ്യുന്നതും കോൺഫിഗർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് രണ്ട് ഓപ്ഷൻസാണുള്ളത്. ഒന്നെങ്കിൽ ഫങ്ഷണൽ കീ യൂസ് ചെയ്തിട്ടും ചെയ്യാം. ഇനി നമ്മുടെ സിസ്റ്റത്തിൽ Windows 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് അഡ്വാൻസ്ഡ് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ 4 സ്റ്റെപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക, അതിൽ സെറ്റിങ്സ് ടൈപ്പ് ചെയ്യുക. ഇവിടെ ഞാൻ സെറ്റിങ്സ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മൾ സിസ്റ്റം സെലക്ട് ചെയ്യാം. ഇപ്പോൾ സിസ്റ്റം സെലക്ട് ചെയ്യുമ്പോഴും കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ നമ്മൾ റിക്കവറി എന്ന് പറയുന്ന ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ റിക്കവറി ചെയ്തു. അപ്പോൾ അതിൽ നമുക്ക് അഡ്വാൻസ്ഡ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൻ്റെ തൊട്ട് നേരെ റീസ്റ്റാർട്ട് നൗ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തില്ല. അപ്പോൾ നമ്മുടെ സിസ്റ്റം ഇപ്പോൾ കറൻ്റ്ലി റീസ്റ്റാർട്ട് മോഡിലാണ് ഉള്ളത്. ഇപ്പോൾ ഓപ്പണായി വരുവാണ് റീസ്റ്റാർട്ടിന് ശേഷം. ഒരു വിൻഡോ വന്നു. ആ വിൻഡോയിൽ ട്രബിൾ ഷൂട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. ട്രബിൾ ഷൂട്ട് ക്ലിക്ക് ചെയ്യാം. അതിൽ UEFI ഫേംവെയർ സെറ്റിങ്സ് എടുക്കുക. കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് എന്താണ് ഫേംവെയറിൻ്റെ സെറ്റിങ്സ് ആണ് വേണ്ടത്. ഈ സിസ്റ്റത്തിൽ UEFI ഫേംവെയർ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്തു. അതിൽ റീസ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സിസ്റ്റം റീസ്റ്റാർട്ട് മോഡിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ അത് റീബൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ UEFI ബയോസ് യൂട്ടിലിറ്റി എന്ന് പറയുന്ന വിൻഡോ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മെയിൻ വിൻഡോയാണ്. അതിൽ നമ്മുടെ ബയോസിൻ്റെ ഇൻഫോർമേഷൻസ്, അതേപോലെ തന്നെ സിസ്റ്റത്തിൻ്റെ സീരിയൽ നമ്പർ ഇൻഫോർമേഷന്, അതേപോലെ ടോട്ടൽ മെമ്മറി എത്ര, അങ്ങനത്തെ ബേസിക് കാര്യങ്ങളാണ് നമ്മളെ മെയിനിൽ ഉള്ളത്. രണ്ടാമത്തെ ഓപ്ഷൻ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് ആണ്. അതിൻ്റെ അകത്ത് നമ്മുടെ സാറ്റർഡേ കോൺഫിഗറേഷൻസ് ഒക്കെയാണുള്ളത്. പിന്നെ മൂന്നാമത്തെ ഓപ്ഷനാണ് ബൂട്ടിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബൂട്ട് ചെയ്യാനുള്ള മെനു വരുന്നത് ഈ മൂന്നാമത്തെ ഓപ്ഷനിലാണ്. കറൻ്റ്ലി നമ്മുടെ സിസ്റ്റത്തിൽ വിൻഡോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിൻഡോസ് ബൂട്ട് മാനേജറാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ബൂട്ട് മെനു നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അതേപോലെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സെക്യൂരിറ്റി മെനു ആണ്. ഇവിടെ നമുക്ക് യൂസറിൻ്റെ പാസ്വേഡും അതേപോലെ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പാസ്വേഡൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ലാസ്റ്റ് ഓപ്ഷൻ സേവ് ആൻഡ് എക്സിറ്റ് ആണ്. അതായത് ഈ വിൻഡോയിൽ പുറത്തേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് ചെയ്തോ അതൊക്കെ സേവ് ചെയ്തിട്ട് നമ്മൾ ഈ വിൻഡോയിൽ നിന്ന് എക്സിറ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സേവ് ആൻഡ് എക്സിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ സേവ് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ എസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നേരെ റീസ്റ്റാർട്ട് ചെയ്ത് നമ്മൾ മെയിൻ വിൻഡോയിലേക്ക് വരും. അതായത് നമ്മുടെ സിസ്റ്റം ഓപ്പൺ ചെയ്ത് വരും. ഇപ്പോൾ ഇത്രയും സ്റ്റെപ്പാണ്.
നമ്മൾ അസസിങ് ആൻഡ് കോൺഫിഗറിങ് ബയോസ് ഓർ UEFI സെറ്റിങ്സിൽ പറയുന്നത്.